നീ ചിരിക്കണ്ട. അല്ല അതവിടെ കട്ട് ചെയ്താൽ അങ്ങോട്ട് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പിയും ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? കുറേ ദിവസമായി ഞങ്ങൾ എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ വരണം എന്ന് വിചാരിച്ചത് നടക്കണില്ല. എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് നമ്മൾ നല്ല തിരക്കിലായിരുന്നു. നാട്ടിലൊക്കെ പോയി. നാട്ടിലെ വിശേഷമായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ഇറക്കേണ്ടത് എന്താ വെച്ചാൽ എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു, ചെറിയ അനിയൻ്റെ കല്യാണമായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പോൾ അതിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് എന്തായാലും വരണം. അതൊന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേഗം ഇറക്കും. അപ്പോൾ അതിൽ കുറച്ച് തമാശകളും കാര്യങ്ങളും പിന്നെ ജോബിൻ കഥകളും ഒക്കെ ഉണ്ട് അല്ലേ? അതെ, അതേപോലെ യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് കമന്റ്സുകൾ വരാറുണ്ട്. ഞാൻ പൊതുവേ എല്ലാ കമന്റ്സും വായിച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പം ലാസ്റ്റ് ഒരു മാസമായിട്ട് അതിന് കുറച്ച് സമയം കിട്ടാറില്ല. അപ്പം അതൊക്കെ ആരും പിണങ്ങണ്ട, എല്ലാത്തിനും ഞങ്ങൾ റിപ്ലൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്ത് കുറച്ച് വിശേഷങ്ങൾ പറയാം. അതുപോലെ ഇനിയിപ്പോൾ 2-3 വീഡിയോ ചെയ്തിട്ട് ഇനി നാട്ടിൽ മൃദുല പറഞ്ഞ പോലെ നാട്ടിലെ വിശേഷങ്ങളും പ്രത്യേകിച്ച് ജോബിൻ നാട്ടിൽ പോയി ഒപ്പിച്ച കുറച്ച് പ്രത്യേകിച്ച് നല്ല ലീലാവിലാസങ്ങളും അതെ കഥകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പം ലാസ്റ്റ് ഒരു 1.5 മാസത്തിനകം ഒരുപാട് സിനിമകൾ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും സിനിമകൾ ഒരുമിച്ച് കണ്ട സമയം മലയാളം സിനിമകൾ കണ്ടത്. പക്ഷെ എല്ലാം നല്ല നല്ല സിനിമകളാണ് തന്നെ. ഏട്ടൻ 5 സിനിമ കണ്ടു, ഞാൻ 3 കണ്ടുള്ളൂ. ഞാൻ ആടുജീവിതവും മലയാളി ഫ്രം ഇന്ത്യയും എക്സ്ട്രാ കണ്ടു. ഞങ്ങള് ആവേശം കണ്ടു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു. പിന്നെ നമ്മുടെ ജയഗണേശൻ കണ്ടു. എൻ്റെ ഒരു റേറ്റിംഗ് പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആവേശമാണ്. എടാ മോനെ ചായ വേണം. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ചിരിച്ച് ചത്തു അത് കണ്ടിട്ട്. നന്നായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് ഭാഗം. പിന്നെ പൊളിയായിരുന്നു. നിവിൻ പോളി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ലെവലായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം ഇങ്ങനെ നല്ല പച്ചക്ക് പറയണ പോലെ തോന്നി. സെൽഫ് ട്രോളിങ്ങും എല്ലാം കൂടി രസം. നല്ല മൂവിയാണ്, അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു സീരിയസ് മൂവിയാണ്. ഞാൻ വിചാരിച്ചു നമ്മൾ അയ്യപ്പൻ കണ്ടതിന് ശേഷം ജയഗണേഷ് കണ്ട ആ ഒരു ഇതിൽ തോട്ട് പ്രോസസ്സിലാണ് പോയെ. അയ്യപ്പനെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ഡിഫറെന്റ് മൂവിയാണ്, പക്ഷെ നല്ലതുണ്ട്. അത് ആ ഒരു നമ്മൾ ശക്തിമാനാവണം ഉള്ളിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് നല്ലായിരുന്നു. പിന്നെ ആടുജീവിതം ഞാൻ കണ്ടില്ല, എന്നെ കൊണ്ടുപോയില്ല. ജീവിതം കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു. അതിപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത്ര അധികം ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും ഞാനിപ്പോൾ ഈ ആഴ്ച കണ്ടത്, ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ കുറച്ച് ഹൈ ആയിരുന്നു. കാരണം അത് ട്രെയിലറിലുള്ള ഒന്നും കുറേ കാര്യങ്ങളില്ല അതിൽ. അപ്പോൾ നാട്ടിലുള്ള ഒരു ആൽപ്പറമ്പിൽ ഗോപിയുടെ കോമഡികളും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ആണെന്ന് ഫുൾ ടൈം ത്രൂ ഔട്ട് അതായിരിക്കുന്ന പ്രതീക്ഷിക്കുക. പ്രത്യേകിച്ചും ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ പോളിയുടെ പെർഫോമൻസും കൂടെ കണ്ട ശേഷം എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ എന്താ പറയണത്, എക്സ്പെക്ടേഷൻ റെഡ്യൂസസ് ജോയ് എന്നാണ്. അപ്പം ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് പോകണം. അപ്പം നമുക്ക് ഒരിക്കലും ഈ ട്രെയിലറൊക്കെ ഉണ്ടാക്കി നമ്മുടെ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണത്, അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് നമുക്ക് കണ്ടപ്പോൾ കുറച്ച് എന്താ പറയുക, പക്ഷെ നല്ല മൂവിയാണ്. വളരെ സീരിയസ് ആയ ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കുന്ന മൂവിയാണ്. അതെ. അപ്പം അങ്ങനെ നിങ്ങളൊക്കെ എല്ലാ സിനിമകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ സിനിമകളുടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയൂ. നല്ല നല്ല റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറേ സിനിമകൾ ഒരുമിച്ച്, ഇത് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഒരുപാട് നല്ല സിനിമകൾ അടുപ്പിച്ച് കണ്ടതും. മലയാളത്തിലിപ്പം വരുന്ന എല്ലാ സിനിമകളും നല്ലതാണല്ലോ. മഞ്ഞുമൽ ബോയ്സ്, എൻ്റെ ഇവിടുത്തെ കൊലീഗ്സ് ഒക്കെയാണ് ഇപ്പോൾ മലയാളം സിനിമ കണ്ടത്. ഫുൾ ട്രാൻസ്ലേഷൻ എല്ലാവരും. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻസ് അല്ല, ബ്രിട്ടീഷും, അതായത് എന്താ പറയുക, യൂറോപ്യൻസും ഒക്കെ. എൻ്റെ സ്പാനിഷ് കൊലീഗ്സും ഒക്കെ മലയാളം സിനിമ എന്ത് ഇഷ്ടം അറിയോ, ഒരു ഈ താഴത്ത് സബ് ടൈറ്റിൽസ് വായിച്ചിട്ട് കാണും. അപ്പം നമ്മൾ പൊളിയല്ലേ. അപ്പം മൃദുല പറഞ്ഞ പോലെ കല്യാണ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതിനുശേഷം ഇവിടെ തിരിച്ചെത്തി. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റായി കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലൊക്കെ പോയി വന്ന ദിവസം തന്നെ ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. പിള്ളേർ ഒരു ദിവസം ലീവ് എടുത്തു, ഏട്ടൻ നേരെ പണിയെടുക്കാൻ തുടങ്ങി. ഏട്ടനും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരെ സ്പെയിനിലേക്ക് പോയി. ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് വന്നാൽ തന്നെ നേരെ സ്പെയിനിലേക്കായിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു 3-4 ദിവസം ഒക്കെ നിന്നിട്ടാണ് വന്നത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. മാഡ്രിഡ് ഭയങ്കര രസമുള്ള സിറ്റിയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ തന്നെ ഇടാം.
ഇവിടെ എങ്ങനെയാ അറിയോ, നാട്ടിലെ പോലെയല്ല. നാട്ടിലിപ്പോൾ നമുക്ക് ഇട ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു വിശേഷമുണ്ട്. ഇപ്പം ബക്രീദ്, ഓണം ഒക്കെ വരുമ്പം, അല്ലെങ്കിൽ ഈസ്റ്റർ വരില്ല അല്ലേ? ഏത് ദിവസമാണോ അവധി ആ ദിവസമാണ് നമുക്ക് അവധി ഉണ്ടാവുക. അങ്ങനെയല്ലേ ഉണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബാങ്ക് ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുക ഐദർ ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ആയിട്ടാണ് തരിക. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് എപ്പോഴും നമുക്ക് കിട്ടും. ശനി, ഞായർ, തിങ്കൾ അതായിരിക്കും മോസ്റ്റ്ലി തരിക. അപ്പം ഇപ്രാവശ്യം നമ്മുടെ മെയ് ബാങ്ക് ഹോളിഡേ, അതായത് മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനം ഞങ്ങൾക്ക് കിട്ടിയത് ഈ മൺഡേ ആയിരുന്നു ലീവ്. അപ്പം ഞങ്ങൾ ശരി ലോങ് വീക്കെൻഡിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നോർത്ത് നിന്ന് വന്നു. നോർത്ത് എന്ന് പറഞ്ഞാൽ UK നോർത്ത് ഭാഗത്തു നിന്ന്. എവിടെയായിരുന്നു സ്ഥലം? ന്യൂ കാസിൽ. തോമസ് വന്നു. ഫാമിലി, ജിൻഡു വൈഫ് വന്നു. അങ്ങനെ അവർ ഞങ്ങളുടെ ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത്, ഇവിടെ അടുത്തൊരു റേമിൽ റിവർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കുഞ്ഞി പിക്നിക് സ്പോട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി അത് പിന്നെ നമ്മൾ അല്ലാണ്ട് ചെയ്തു ഒരു റീൽ. അതിനകത്ത് അത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്തുള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ, ആരുടെ ഭാര്യയാണ് ഒളിച്ചോടിയത്? അപ്പം നിങ്ങൾക്ക് അറിയും ആരുടെ ഭാര്യയാണ് ഒളിച്ചോടിയത്? ഞാനല്ല. അപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വേറൊരു കോമഡി ഉണ്ട്. അതായത് അതിൽ ഞാനിപ്പോൾ വീഡിയോ പ്ലേ ചെയ്യാം. നമുക്കൊരു സെൽഫി എടുത്തരാം. ഒരു കോള് വരുന്നേ. ഹലോ, നിങ്ങളുടെ ഭാര്യ വിളിച്ചോണ്ട് പോയിട്ടാ? എപ്പോ? കുറച്ച് മുന്നേ. എടാ, ഭാര്യ ഒളിച്ചോടിയെന്ന്. എനിക്ക് പണ്ടറിയാവുന്ന പുള്ളിക്കാരി വിളിച്ചോടത്തുള്ളത്. ഞാൻ എന്തിനാ ഓടിയേ? ഇത് എന്റെ ഫോണല്ല, ഇത് ആരുടെ ഫോണാ ഇത്? അല്ല അങ്ങനല്ല, നീ ചിരിക്കണ്ട. അല്ല, അതവിടെ കട്ട് ചെയ്താ അങ്ങോട്ട്. അതില് ഉള്ള സൗണ്ട് ഞാൻ തന്നെ എന്റെ സൗണ്ട് മാറ്റിട്ട് എല്ലാരും പറഞ്ഞത് ഞാനാണ്, ചേച്ചിയല്ലേ? ഞാനല്ല കേട്ടോ. മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ്. അത് ഏട്ടന്റെ ശബ്ദമാണ്. AI-ലിട്ടിട്ട് മാറ്റിയതാ. AI-ലിട്ടൊന്നുമല്ല, അതിൽ തന്നെ വോയിസ് എഫക്ട് മാറ്റിയതാ. അപ്പം അതിലേറെ കോമഡി എന്ന് വെച്ചാൽ ജോബിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഫോൺ മേടിക്കണേ. അപ്പം ജോബിന്റെ ഫോണാണല്ലോ, പക്ഷെ ജോബിന് അത് തക്കത്തിന് മാറ്റിയിട്ട് പെട്ടെന്ന് സ്ക്രിപ്റ്റില്ലാതെ മാറ്റി. ഞാൻ രണ്ടാമത് ഒന്നും കൂടി എടുക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നല്ല വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. കാണാത്തവർ കാണുമോ പോയിട്ട്. അപ്പം അങ്ങനെ ശനിയാഴ്ച അങ്ങനെ പോയി കിട്ടി. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. പിന്നെ ഞായറാഴ്ച ഞങ്ങൾ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ആക്ച്വലി നമ്മുടെ നാട് ഈസ്റ്റ്, പക്ഷെ നാട്ടിലേക്ക് പോയ പോലെ ഫീൽ ചെയ്യും. എന്താ വെച്ചാൽ അത്ര അധികം മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ തട്ടുകടയുണ്ട്, ഉദയുണ്ട്, നവരുചിയുണ്ട്, പിന്നെ അടയാർ ആനന്ദഭവനുണ്ട്, സംഗീതയുണ്ട്, ശരവണ ഭവനുണ്ട്, പിന്നെ അഞ്ചപ്പാറുണ്ട്. അവിടെ ഇല്ലാത്തൊന്നുമില്ല. നമ്മുടെ ചെന്നൈയിലും ഒക്കെ പോയ പോലെ തന്നെ ശ്രീലങ്കൻസും മലയാളികളുമാണ് ഏറ്റവും നാടൻ ഫുഡ് ഒരുപാട് കിട്ടും. സാധനങ്ങളും. പിന്നെ നടക്കുമ്പോൾ മലയാളീസിനെ ഒരുപാട് തട്ടി നടക്കേണ്ടിയും വരും. എന്താ വെച്ചാൽ ഒരുപാട് മലയാളീസ് ആകുന്നുണ്ട്. അപ്പം നല്ല ഒരു ഈസ്റ്റ് അവിടെ നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറി ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ അക്ഷയതൃതീയൊക്കെ അല്ലേ വരണേ. അപ്പം ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരുമോ എന്ന് കെഞ്ചി കാല് പിടിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ ഈസ്റ്റ് ഷോപ്പിംഗ് സെൻറ്റർ, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. അവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. ഡയമണ്ട്സ്, പ്രഷ്യസ് സ്റ്റോൺസ്, ഗോൾഡ് ജ്വല്ലറി കളക്ഷൻസ് അപാരം തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ ഏട്ടൻ ഇങ്ങോട്ട് വന്നത്. അപ്പം പിന്നെ വല്ലതും വാങ്ങിത്തരുമോയെന്ന് എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായ കളക്ഷൻസ് ഒക്കെ, അതായത് നെക്ലസും ഇയറിങ്ങും ബാംഗിൾസും ഒക്കെ ഞാനൊന്ന് ഇട്ട് നോക്കി. എന്നിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോഴേ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇതൊന്നും കണ്ട് സഹിക്കവയ്യാതെ ഏട്ടൻ കസാലയിൽ ഇരിപ്പായി. ഞാൻ എൻ്റെ ജ്വല്ലറി സെലക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ജോബിനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സോനു ഉണ്ടായിരുന്നു. സോനു ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ സോനു ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായ കുറച്ച് ജ്വല്ലറിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഏട്ടന് കൊണ്ടേ കാണിച്ചു കൊടുത്തു. ഇനി അതിലേതാ എനിക്ക് മേടിച്ച് തരാമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം ഓപ്ഷൻസ് കൊടുത്താലല്ലേ ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. അക്ഷയ തൃതീയയായിട്ട് അവർക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. 750 പൗണ്ടിന് മുകളിൽ
ഗോൾഡ് ഡയമണ്ട് ജെം സ്റ്റോൺ പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രീ ഗോൾഡ് കോയിൻ ഉണ്ട്. അവിടുത്തെ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റാർട്ടിങ് ഫ്രം 300 pounds ഡയമണ്ട് റിങ്ങും ഇയറിങ്സും അവൈലബിൾ ആണ്. പിന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ 1 gram മുതൽക്കുള്ള ഗോൾഡ് ജ്വല്ലറി അവൈലബിൾ ആണ്. ഓഫേഴ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഗോൾഡ് റേറ്റ് പ്രൊട്ടക്ഷൻ അൺടിൽ 10th May വിത്ത് ജസ്റ്റ് 10% ഡെപ്പോസിറ്റ്. പിന്നെ നോ ഡിഡക്ഷൻ ഫോർ എക്സ്ചേഞ്ചിങ് ഓൾഡ് 22 karat ഗോൾഡ്. അപ്പോൾ ശനി ഞായറും 2 ദിവസവും നല്ല തിരക്കായതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇരുന്നു. അതെ, പിന്നെ കുറേ റിലാക്സ് ചെയ്തു, കുറേ കിടന്നു, കുറേ ടി വി കണ്ടു. വെറുതെ ആണെങ്കിലും മോനെയും കൊണ്ട് ജമ്പിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും ഉണ്ടായിരിക്കും, നമ്മുടെ നാട്ടിലും ഉണ്ടാവും. പോയിട്ടില്ലേ ഞാൻ, പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ട്രാംപലീൻ ഫുൾ ഒരു ഹോൾ ഏരിയ ട്രാംപലീൻ പാർക്ക് പോലെ ഇങ്ങനെ ജമ്പ് ചെയ്യണത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇമോഷണലായിട്ട് രാത്രി പറഞ്ഞു, അമ്മ 2 ദിവസം അമ്മ ഭയങ്കര ബിസി ആയിരുന്നു, അപ്പം നമുക്ക് 2 കൂടി എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ 2 കൂടിയിട്ട് അമ്മ ആൻഡ് മകൻ ഡേ ഔട്ടായിരുന്നു കുറച്ച് നേരം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 കൂടി പോയി. എന്നെ കൊണ്ട് അവൻ നല്ല ഉയരത്തൊന്ന് ചാടിച്ചു. എൻ്റെ കാലം എൻ്റെ കഴുത്തൊറ്റ വിളിക്കുമോന്ന് എനിക്ക് സംശയമുണ്ട്. ഓൾറെഡി കഴുത്തിന് വലിയ വിലയില്ലേ, ഇനിയിപ്പോൾ കുറയാനൊന്നുമില്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കും. ശരി, ബൈ.